ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ എ ബി ഇലക്ട്രോണിക്സ് ഹൈടെക് എന്ന് പറയുന്ന കമ്പനിയുടെ ബോർഡ് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ എ ബി ഇലക്ട്രോണിക്സ് ട്രിവാൻഡ്രം നമ്മുടെ തകരപ്പറമ്പിലാണ് സച്ചിൻ ചേട്ടൻ്റെ കട. ഓക്കെ, അപ്പോൾ അവരുടെ ഏറ്റവും പുതിയതായിട്ട് അവരിറക്കിയിട്ടുള്ള 250 വാട്ട്സ് ക്ലാസ് ഡി ആമ്പാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കവർ. അതിൻ്റെ മുകളിൽ കണ്ടില്ലേ, 250 വാട്ട്സ് ക്ലാസ് ഡി ആംപ്ലിഫയർ. ഇൻപുട്ട് വോൾട്ടേജ് 35 വോൾട്ട് DC മാക്സിമം. ഓക്കെ, 300 മില്ലി ആംബിയർ മിനിമം നമ്മളതിൽ കൊടുക്കണം. അതായത് ഒരു 3 ആംബിയറൊക്കെ നമ്മൾ മിനിമം ഇതിനകത്ത് കൊടുക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ഒരു 8 ആംബിയർ ഒക്കെ കൊടുക്കാം, 10 ആംബിയറും കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അതൊരു കണക്കാണ്, ജസ്റ്റ് ഒരു കണക്കാണ്. കുറഞ്ഞത് എന്തായാലും 3 ആംബിയറെങ്കിലും വേണം. 35 വോൾട്ട്, അതായത് പ്ലസ് ഓർ മൈനസ് 35 വോൾട്ട്, 3 ആംബിയറെങ്കിലും കുറഞ്ഞ് നമ്മൾ കൊടുക്കണം. ഓക്കെ, കൂളിംഗ് ഫാനിന് വേണ്ടി 12 വോൾട്ട് DC കൊടുക്കണം എന്നാണ് അവരതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു ബോർഡ്. ഈ ഒരു ബോർഡ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് എപ്പോക്സി PCBയിലാണ്. നിലവിൽ എ ബി ഇലക്ട്രോണിക്സിൻ്റെ PCBകളൊക്കെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള PCBയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതൊരു 250 വാട്ട്സ് ആണ് നമുക്ക് കിട്ടുന്ന. 4 ഓംസിലാണ് 250 വാട്ട്സ് മാക്സിമം. ഈ പറയുന്ന വോൾട്ടിൽ 35 വോൾട്ട് DC മാക്സിമം. ഓക്കെ, ഇനി അതിൽ കുറഞ്ഞ് കൊടുത്താലും നമുക്ക് വർക്കാവും, പക്ഷേ വാട്ട്സ് കുറച്ച് കുറയും എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ ഈ ഒരു ബോർഡ് ഫസ്റ്റ് റിവ്യൂ ചെയ്യുന്നത് ഞാനാണ്. കാര്യം ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ തന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പവർ സപ്ലൈ ഇനി സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിലവിൽ DC 40 വോൾട്ട്, അതായത് 30 ട്രാൻസ്ഫോമറാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി ഒരു പവർ സപ്ലൈ സെറ്റ് ചെയ്തിട്ട് വേണം എനിക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി വർക്ക് ചെയ്യിപ്പിച്ച് വർക്കിംഗ് വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഓഡിയോ ഇൻപുട്ട് കൊടുക്കേണ്ടത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓഡിയോ ഇൻപുട്ട് കൊടുക്കേണ്ടത്. ഇതൊരു മോണോ ബോർഡാണ്. നിങ്ങൾക്ക് ഇതൊരു ചാനലിന് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇതല്ലെന്നുണ്ടെങ്കിൽ സബ് വൂഫറിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഫിൽറ്റർ വയ്ക്കേണ്ടതായിട്ട് വരും. ഫിൽറ്ററിൻ്റെ ഇൻപുട്ട്, ഫിൽറ്ററിൽ കൂടെ കയറി ഇറങ്ങിയിട്ടുള്ള സിഗ്നൽസ് വേണം നമ്മളിവിടെ കൊടുക്കാനായിട്ടുള്ളത്. സബ് ഫിൽറ്ററാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു സർക്യൂട്ടിലാണ് അവരിത് ചെയ്തിട്ടുള്ളത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ SMD കമ്പോണൻസ് ആയിട്ടുള്ളത് അങ്ങനെ അധികം വലുതായിട്ടൊന്നുമില്ല. ആ കൂടെ SMD ആയിട്ടുള്ളൊരു ഈ ഒരു IC മാത്രമാണ് ഉള്ളത്. ബാക്കിയുള്ളതെല്ലാം തന്നെ നോർമൽ കമ്പോണൻസ് ആണ്. നമ്മുടെ കെൽട്രോണിൻ്റെ കപ്പാസിറ്റർ, നമ്മളിവിടെ കിട്ടുന്ന 5 ബാൻഡ് റെസിസ്റ്റേഴ്സ് ഒക്കെയാണ് എല്ലാം ഇവിടെ തന്നെ കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേതെങ്കിലും രീതിയിലൊരു കംപ്ലൈൻറ്റ് വന്നാൽ അവർക്ക് തന്നെ, അതായത് എ ബി ഇലക്ട്രോണിക്സിന് തന്നെ ഇത് നിങ്ങൾക്ക് സർവീസ് ചെയ്ത് തരാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൽ മറ്റൊരു കാര്യമായിട്ടുള്ള. ഇനി ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് മൈനസ് ഗ്രൗണ്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെയാണ് വോൾട്ട് ഇൻപുട്ട് കൊടുക്കാനായിട്ടുള്ളത്. സ്പീക്കർ ഔട്ട്പുട്ട് വരുന്നത് ഈ ഒരു ഭാഗത്തോട്ടാണ്. ഓക്കെ, പിന്നെ ഒരു ഇൻഡക്ടറൊക്കെ കാണാൻ പറ്റും. സാധാരണ നമ്മുടെ ക്ലാസ് ഡി ആംപ്ലിഫയറുകളിൽ ഇൻഡക്ടർ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻഡക്ടർ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ചെക്കിംഗ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉടനെ, അതായത് ടെസ്റ്റിംഗ് വീഡിയോ, നമ്മുടെ ഫിൽറ്ററിൻ്റെ, അതായത് സബ് ഫിൽറ്റർ കൊടുത്തിട്ടും നോർമലി ഓഡിയോ സിഗ്നൽ കൊടുത്തിട്ടും നമുക്ക് 2 രീതിയിൽ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ബോർഡ് എൻ്റെ കയ്യിൽ തന്നെ നിലവിൽ ഇപ്പോൾ ഉണ്ട്. ഞാനിതെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും തിരിച്ചു കൊടുക്കുന്നത്. ഓൾറെഡി അവർ ഫുൾ ചെക്ക് ചെയ്തതാണ്. എ ബി ഇലക്ട്രോണിക്സ് ഫുള്ള് ചെക്ക് ചെയ്ത് വർക്കിംഗ് പക്കയാണെന്ന് കണ്ടിട്ടാണ് അവർ ഇങ്ങനെ ഒരു ബോർഡ് തന്നെ ഇറക്കുന്നത്. പ്രത്യേകിച്ച് എ ബി ഇലക്ട്രോണിക്സിൻ്റെ ബോർഡുകളെല്ലാം തന്നെ ഇപ്പോൾ അവരുടെ മോസ്ഫെറ്റ് സ്റ്റീരിയോ ബോർഡായാലും മോസ്ഫെറ്റ് മോണോ ബോർഡായാലും, പ്രത്യേകിച്ച് ബ്രിഡ്ജ് ചെയ്തിട്ടുള്ള ആ മോസ്ഫെറ്റ് ബോർഡ് ഭയങ്കര ഫേമസ് ആണ് അവർ. കൂടാതെ തന്നെ അവരുടെ എല്ലാ ബോർഡുകളും വളരെ ഫേമസ് ആയിട്ടുള്ള ബോർഡുകൾ തന്നെയാണ്. പിന്നെ ചില ആൾക്കാരുടെ ഭാഗത്തു നിന്നൊരു പരാതി വരുന്നുണ്ട്, അവരുടെ ബോർഡെല്ലാം ഭയങ്കര വില കൂടുതലാണ് എന്നുള്ളതാണ്. വില കൂടുതലായിരിക്കും, അതുപോലെ തന്നെ കംപ്ലൈൻറ്റ് വളരെ കുറവാണ്. പിന്നെ അവർ തന്നെ സർവീസും തരുന്നുണ്ട്, അവരുടെ ബോർഡിന് അവർ സർവീസും തരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അത്യാവശ്യം നോയ്സും ഒരു ഓഡിയോക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല ക്വാളിറ്റിയിലുള്ളൊരു ഓഡിയോ നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ഒരു കമ്പനിയാണ് എ ബി ഇലക്ട്രോണിക്സിൻ്റെ. പിന്നെ ഇത് ഫാൻ ഇവർ ആഡ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൊടുത്തിരിക്കുന്ന ഹീറ്റ്സിങ് ഹീറ്റ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് അതിനൊരു ഫാൻ അവർ കൊടുത്തിട്ടുള്ളത്. മാക്സിമം എനിക്കൊരു ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ SMD ഒഴിവാക്കിയിട്ട് സാധാ കമ്പോണൻസ് ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരുവിധം വർക്കൊക്കെ അറിയാവുന്ന ആൾക്കാർക്കും വളരെ ഈസി ആയിട്ട് ഇത് കംപ്ലൈൻ്റ് ആയാലും ശരിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇതൊരു പുതിയ ബോർഡാണ്. 250 വാട്ട്സ് ആണ് വരുന്നത്. റിയലി അവരൊരു വാട്ട്സ് പറയുന്നുണ്ട്, 250 വാട്ട്സ് എന്നുള്ളത് റിയലി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കള്ളത്തനങ്ങളൊന്നുമില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്കെന്തായാലും ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ ഞാൻ നിങ്ങളെ വേണ്ടി കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ,
അപ്പോൾ ഇത്രയും തന്നെയാണ് ഇതിൽ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ഇനിയൊന്നും പറയാനില്ല. നമുക്ക് ചെക്ക് ചെയ്ത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. അതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെക്കിങ് കഴിഞ്ഞ് നമ്മളുടെ റിസൾട്ടും കൂടെ അവരടുത്ത് പറഞ്ഞതിന് ശേഷം ആയിരിക്കും അവർ ഇതിൻ്റെ ഒരു വില അവർ നിശ്ചയിക്കുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു. വീഡിയോ കണ്ടതിന് എല്ലാ കൂട്ടുകാർക്കും വളരെ നന്ദി.